2024 ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർഗീയത കൊണ്ടുവരുവാനാണെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ തന്നെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവർ ഒറ്റയ്ക്കല്ല, കൂടെ മോങ്ങാൻ ഒരുപാട് സാംസ്കാരിക പട്ടികളുമുണ്ട്. നിങ്ങൾ ഇതൊന്ന് കാണുക. ഇത് നിമിഷയുടെ അമ്മയാണ്. അതായത് ഇന്ന് നിമിഷ ഫാത്തിമ എന്ന് അറിയപ്പെടുന്ന സ്ത്രീയുടെ അമ്മ. ഇവരുടെ അഭിമുഖം ഇതിനു മുൻപ് ഒരിക്കൽ മനോരമ ചാനലിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ്. അന്ന് ആ അമ്മ പറഞ്ഞ സത്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങളും അറിയുക. വന്നാ മതി. ശ്രീലേഖ മാഡത്തിനെ പോയി കണ്ടു. എന്നിട്ട് മാഡത്തിന് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെളിവും ഇതുവരെ എന്നെ മോള് വിളിച്ചിരുന്ന മെസ്സേജസും ഒക്കെ ഞാൻ കാണിച്ചു. അപ്പൊ മാഡം എന്റെ അടുത്ത് പറഞ്ഞു, സാരമില്ല ബിന്ദു, ചിലപ്പോൾ അവരെന്തെങ്കിലും യാത്ര പോയതാണെങ്കിലോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവര് മുസ്ലിംസ് എന്നല്ലേ പറയണേ, അപ്പൊ വ്രതത്തിലാണെങ്കിലോ അങ്ങനെയെങ്കിൽ നമുക്ക് ജൂലൈ 6 വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നാണ് എന്റെ അടുത്ത് മാഡം പറഞ്ഞത്. ശരി, എന്നിട്ട് എന്റെ മനസ്സ് അത് അനുവദിച്ചില്ല. 15 ആയപ്പോ ഞാൻ വീണ്ടും പാലക്കാട് പോയിട്ട് അവന്റെ അച്ഛനോട് നിർബന്ധമായിട്ട് പറഞ്ഞു, എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം എന്റെ മകളുടെ ഡെലിവറി August 31 ആണ്. അപ്പൊ എന്റെ മകളെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ചേട്ടാ എന്റെ ഒപ്പം നിന്ന് നമുക്ക് ഒരുമിച്ച് ഒരു ഹർജി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരി, എന്നാ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ച് തിരിച്ചു വന്നിട്ട് വീണ്ടും മാഡത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മാഡം എന്തായി, എനിക്ക് ഇത് മാഡത്തിന് പറ്റിയില്ലെങ്കിൽ വേറെ ആരടുത്ത് ഞാൻ ഇത് ഫോളോ അപ്പ് ചെയ്യണം, എനിക്ക് ഒന്ന് ആ പോകേണ്ട വഴി ഒന്ന് പറഞ്ഞു തരാമോ? അത് പറഞ്ഞു തരാൻ ബിന്ദു, ഞാൻ എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇന്നലെ പത്രത്തിലാണ്, ഞാൻ പല ന്യൂസിലാണ് കാണുന്നത്, 16 പേരെ കാണാനില്ലെന്നും അതിലൊരു പെൺകുട്ടി എന്റെ മകളാണെന്നും. എനിക്ക് എവിടെ അന്വേഷിക്കണമെന്ന് അറിഞ്ഞൂടാ. അവസാനമായിട്ട് എന്നായിരുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചല്ലേ വിവരം കിട്ടി? സംസാരിച്ചിട്ടില്ല. ഞങ്ങള് ജൂൺ 3 വരെ വോയിസ് മെസ്സേജും വാട്സപ്പ് മെസ്സേജും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേറെ ഒന്നും എനിക്കറിയില്ല. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ കുട്ടി പഠിച്ചിരുന്നത് കാസർഗോഡുള്ള പൊയ്നാച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഡെന്റൽ കോളേജിലാണ് പഠിച്ചിരുന്നത്. ഈ പയ്യൻ അവിടെ പഠിക്കുന്ന ആളല്ല, അയാള് പാലക്കാട് സ്വദേശിയാണ്. ഇവര് തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെന്നോ അത് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ആ പയ്യനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ നിനക്ക് എന്റെ മോളെ പരിചയം ചോദിച്ചപ്പോ ആ പയ്യൻ എന്നോട് പറഞ്ഞ്, ഈ കോളേജിന്റെ അകത്ത് തന്നെ സീനിയർ സ്റ്റുഡൻസ് ഉണ്ട്, കൺവേർട്ട് ചെയ്യുന്ന പെൺപിള്ളേരെ കൊണ്ട് കൺവേർട്ട് ചെയ്യുന്നവരെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്, അതിലൊരാളാണ് ആന്റി എനിക്ക് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി തന്നാന്ന്. വെറും 4 ദിവസത്തെ പരിചയം കൊണ്ടാണ് എന്റെ മോള് മതഭ്രാന്തിന്റെ പേരിൽ ഈ കാര്യം കാണിച്ച്. എന്ത് കുപ്പായിട്ടാലും അവൾ എന്റെ മോളാണ്, എനിക്ക് എന്റെ മോളെ വേണം, ഏതവസ്ഥയിലായാലും സാരമില്ല. ഈ അവസാനം വന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഈ വോയിസ് മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു അതിനകത്ത് പറഞ്ഞു? ഇനി നമ്മുടെ മന്ത്രി റിയാസ് പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കാണുക. ജിഹാദ് ഒരു നുണബോംബാണ്. ലവ് ജിഹാദ് ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതെറ്റിക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ BJP ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അല്ല, അതൊക്കെ അവിടെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അല്ല, CPM-ന് ഒരു നിലപാടേ ഉള്ളൂ. റിയാസ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി ലവ് ജിഹാദ് നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് വരുത്തി തീർക്കേണ്ടതും അതിനെ ന്യായീകരിക്കേണ്ടതും ഇദ്ദേഹത്തിന്റെ ആവശ്യം തന്നെയാണ്. കേരളത്തിലെ പല അമ്മമാരുടെയും കണ്ണുനീർ ഇതുപോലെ പൊടിയണമെങ്കിൽ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള ദുഷ്ടന്മാർക്ക് തന്നെ വോട്ട് കുത്തുക. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക, കാര്യമായിട്ട് ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ, അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. എന്തിനേറെ പറയുന്നു, ഇവരുടെ നേതാവ് VS അച്യുതാനന്ദൻ തന്നെ 13 വർഷങ്ങൾക്ക് മുൻപ് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതടക്കം ഇദ്ദേഹം വ്യക്തമായി പറയുന്നു. ഇവരുടെയെല്ലാം യഥാർത്ഥ ലക്ഷ്യം കേരളത്തെ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ പോലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നതു തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും പട്ടിണിയിലാഴ്ത്തിയാൽ ദരിദ്രവും പട്ടിണിയും പരിവട്ടവുമാൽ വലഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാകും.
അതിലൂടെ ഇവർക്ക് സ്ത്രീകളെ ഒരു വിളനിലമായി ഉപയോഗിക്കുവാനും സാധിക്കും. ഇതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിസ്റ്റുകളും ലക്ഷ്യമാക്കുന്നത്. മന്ത്രി റിയാസും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല എന്ന് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരള സ്റ്റോറി എന്നത് വെറും ഒരു സിനിമയല്ല, അത് പലരുടെയും ജീവിത അനുഭവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചരിത്രം നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരും ഇവിടെ വീഴേണ്ടി വരും. വിവാദമായേക്കാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേദനിക്കാനോ വേണ്ടിയൊന്നും അല്ല. പക്ഷെ ഇത് പറയണം, കാരണം ഇതും ഞാൻ അനുഭവിച്ച ഒരു സംഭവം തന്നെയാണ്. നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യവും കൂടെയാണ്. നമ്മുടെ കേരളത്തിലെ സമൂഹത്തില് 2000-ന്റെ തുടക്കം മുതൽ കുറച്ച് കഥകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ശരിയാണോ, ഇതൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞാൻ അവിടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ ADGP ആയിട്ട് പോയപ്പോ ഇതിലൊക്കെ കാര്യമുണ്ട് എന്ന് തോന്നി തുടങ്ങി. 2016-ന്റെ അവസാനം നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് തോന്നുന്നുണ്ട്, ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് എന്റെ ഓഫീസിൽ വന്നു. ബിന്ദു സമ്പത്ത് എന്നാണ് ഈ മാഡത്തിന്റെ പേര്. ഇവര് വളരെ നല്ല ഫാമിലിയിൽപ്പെട്ട ആറ്റുകാലിന്റെ അടുത്ത് ആറ്റുകാൽ ടെമ്പിളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഉള്ള ഒരു ലേഡിയാണ്. വളരെ സങ്കടമായിട്ട് ഇവരുടെ മകളുടെ കാര്യം എന്നോട് പറഞ്ഞു. നിമിഷ എന്നാണ് പേര്. കുറെ പടങ്ങളൊക്കെ കാണിച്ചു. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. വെളുത്ത് നല്ല തുടുത്ത് നല്ല മുഖമുള്ള സുന്ദരി കുട്ടി. ഈ മോള് BDS-ന് പഠിക്കുകയായിരുന്നു കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന കോളേജില്. അവിടെ വെച്ച് ഈ കുട്ടി ഒരു ട്രാപ്പിൽ പെടുകയും പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്തു. അതുകൊണ്ട് എന്റെ മോളെ ഇതുപോലെ കടത്തിക്കൊണ്ടുപോയി, എന്നെ ഒന്ന് രക്ഷിക്കുക, മോളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിക്കാനാണ് ഈ എന്റെ അടുത്ത് വന്നത്. ഞാൻ DIG ആയിട്ടും IG ആയിട്ടും ഒക്കെ എറണാകുളത്ത് ഇരിക്കുമ്പോൾ തൊട്ട് ഇതുപോലെയുള്ള മിസ്സിംഗ് കുട്ടികളുടെ പെൺകുട്ടികളുടെ കണക്കുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. പല കുട്ടികളും ഹിന്ദുക്കള്, ചില കുട്ടികളെ ക്രിസ്ത്യൻസ്, പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടും ആയിരിക്കാം. എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടോ ബോംബ് ഉണ്ടാക്കാനോ IT കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനൊക്കെയുള്ള ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ, ചില സെന്ററുകളുണ്ട്. സലാഫി സെന്റർ എന്ന് പറയും. തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. സ്റ്റാച്യൂവിൽ ഒരു സലാഫി സെന്റർ ഉണ്ട്. എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് ചില സ്ഥലങ്ങളിൽ, ചില ജില്ലകളിൽ 2-3 എണ്ണം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച്, ചില മദ്രസകൾ കേന്ദ്രീകരിച്ച്, എല്ലാമല്ല ചിലതാണ്, അത് അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ എന്തൊരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. കാണാൻ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഇതുപോലെ ചിന്തകൾ നിറയ്ക്കും. നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളില് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ചു കൊടുക്കുകയും, ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത്. നല്ല രൂപ കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത്. ഈ പൈസയൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാശിങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് പല സോഴ്സുകളിലൂടെ. അത് വെച്ചിട്ടാണ് ഇവർ ഈ ട്രെയിനിങ് നടത്തുന്നതും ആൺകുട്ടികളെ, മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ, നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവരെ റിക്രൂട്ട് ചെയ്യും. എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത്, മാനേജ്മെന്റ് കോട്ടയിലോ സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള മറ്റ് മതത്തിലുള്ള പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു. എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു വിടുന്നു. അതിനുശേഷം ഇവര് പ്രണയം നടിച്ച്, ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല, കല്യാണം കഴിച്ചാൽ പോലെ. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർ കണ്ടീഷൻസ് വെക്കുന്നു. ഇവർ പറയുന്നു, ഞങ്ങളുടെ മതം അനുസരിച്ച് നീ മതം മാറണം, നിന്റെ പേര് മാറ്റണം, നീ മുഖത്തൂടെ പർദ്ദ ഇടണം, തട്ടം ധരിക്കണം. കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി, മലപ്പുറം ജില്ലയിലുള്ള ഒരു കോട്ട പോലെ ഒരു സ്ഥലമാണ്, അവിടെ പോയി ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതിന് കൊണ്ടുപോയി ചേർക്കുന്നു. വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭക്ഷണമെല്ലാം മാറ്റി മാംസവും അതുമൊക്കെ കൊടുത്തു തുടങ്ങുന്നതുമൊക്കെ. അപ്പൊ പലർക്കും അതൊക്കെ അരോചകമാവുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഓടിപ്പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് വെച്ച് തന്നെ IG ആയിട്ടിരുന്നപ്പോ 2 പെൺകുട്ടികള്, ഷെറിൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടികൾ, മറിയ എന്ന പേരുള്ള 2 ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളെ കല്യാണം കഴിച്ച് പേര് മാറിപ്പോയതായിട്ട് അവരുടെ പേരൻസ് വന്ന് പറഞ്ഞ് കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോ
ഇവരെ കാണുന്നില്ല, ഇവരെവിടെയോ പോയി കഴിഞ്ഞു. അപ്പൊ അപ്പോഴേക്കും ഇവര് ആദ്യമേ തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വിത്തിൻ മന്ത്സ് അവർ പ്രഗ്നന്റ് ആവും. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ബോട്ട് വരും, ഭർത്താവായിട്ട് പിന്നെ പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം വരുമല്ലോ, കുഞ്ഞും കൂടെ ആയില്ലേ. അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട്. ഈ ബിന്ദു സമ്പത്ത് എന്റെ അടുത്ത് വരുമ്പോൾ ഈ മോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് സംശയിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. ശരിയായിരിക്കാം, കാരണം ഇത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ട്. ആക്ച്വലി ബിന്ദു വന്നപ്പോ എന്നോട് മുഴുവൻ കഥയും വ്യക്തമായ രീതിയിൽ പറഞ്ഞില്ല. അതായത് കല്യാണം കഴിച്ച കാര്യം ബിന്ദുവിന് അറിയാമായിരുന്നു എന്നും മോള് പർദ്ദ ഇട്ടുകൊണ്ട് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതും മോളും അമ്മയുമായിട്ട് ഇതിനെക്കുറിച്ച് പലവട്ടം ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഈ കുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ടായിരുന്നു ആദ്യം അടുപ്പം, ഒരു മുസ്ലിം പയ്യനുമായിട്ട്. അതിന്റെ ഒരു ഗർഭം മനസ്സിപ്പിക്കുകയും പിന്നീടാണ് വേറൊരു മുസ്ലിം പയ്യനുമായിട്ട് കല്യാണം കഴിക്കുന്നതെന്നും സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് ആണെന്നും ഒക്കെയുള്ള വിവരമൊക്കെ എന്നോട് മറച്ചു വെച്ചിരുന്നു. ഇതൊക്കെ ബിന്ദുവിന് അറിയായിരുന്നു. ഒരു നിസ്സഹായയായ അമ്മ എന്റെ മോളെ പെട്ടെന്ന് കാണുന്നില്ല, മോളെ ആരെ കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, മോൾ എങ്ങനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ള അറിയില്ല, മോള് കൺവേർട്ട് ആയോ എന്നുള്ളതും അറിയില്ല, കാണുന്നില്ല. അവർ ചിലപ്പോൾ ട്രാഫിൽ പെട്ടതായിരിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും കാര്യമൊക്കെ വളരെയധികം അതിക്രമിച്ച് പോയിരുന്നു. ഏകദേശം ഒരു 5-6 മാസങ്ങൾക്കോ 8 മാസങ്ങൾക്കോ മുമ്പ് തൊട്ട് തുടങ്ങിയ സംഭവങ്ങളാണ്. ആ സമയമായപ്പോഴേക്കും വൈകിപ്പോയി. ശ്രീലങ്കയിൽ പോകണു എന്നുള്ള മട്ടിൽ മോള് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ ഏതോ ഒരു പള്ളി കാണാനായിട്ട് പോകണം, ആ സമയത്ത് കുട്ടി ഗർഭിണിയുമായിരുന്നു എന്നുള്ളതും ബിന്ദുവിന് അറിയായിരുന്നു. പക്ഷെ എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത് എല്ലാ എയർപോർട്ടുകളിലും കൊടുത്ത് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് ഓൾറെഡി പോയിട്ട് 1 മാസത്തില് ഏകദേശം അത്രയും ആയിട്ടുണ്ട്. റൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഇവര് നേരെ ശ്രീലങ്കയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്നാണ് സിറിയയിലേക്കോ ഇറാഖിലേക്കോ പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പാതയിലൂടെയാണ് ഈ കുട്ടിയും സഞ്ചരിച്ചിരിക്കുന്നത് എന്ന ഐഡിയുടെയും കൂടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴേക്കും ഇവര് പോയി കഴിഞ്ഞിരുന്നു. ഇതിനേക്കാളും ഒക്കെ ഏറെ വിചിത്രം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടു പോകുന്ന പയ്യന്മാരും അവരും കരിക്കളാണ്. പലപ്പോഴും അവരും നിസ്സഹായരാണ് ഇതിനകത്ത്. ചില ക്രിസ്ത്യൻ പയ്യന്മാരെ മുസ്ലിമാക്കി മാറ്റിയ ശേഷം അവരെയും ഇതുപോലെ മുസ്ലിം പേരുകൾ കൊടുത്ത് ഈ കുട്ടിയെ രണ്ടാമത് കല്യാണം കഴിച്ച പയ്യൻ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഫാത്തിമ എന്ന്, ഇപ്പൊ നിമിഷ ഫാത്തിമ എന്ന് നമ്മൾ അറിയപ്പെടുന്ന കുട്ടി ഇപ്പൊ അവിടെ ഒരു ജയിലിൽ കിടക്കുകയാണ് സിറിയയില്. ആ കുട്ടിയുടെ കുഞ്ഞും ഭാവിയും അവിടെ കിടക്കുകയാണ്. രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് താല്പര്യമില്ല. കേരളത്തിന്റെ മുൻ DGPമാരായ സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുൻ ADGP ശ്രീലേഖ IPSും കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് തുറന്നു പറയുന്നു. മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും കോളേജുകളും ഇതിനു വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ്. ഫസൽ ഗഫൂർ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ കോളേജുകളിലൂടെ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചല്ലേ നമ്മൾ നീങ്ങുന്നത് എന്ന്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശ്രീലേഖ IPS പറയുന്നത് തീർത്തും ശരി തന്നെയാണ്. കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കാണുമ്പോൾ മന്ത്രി റിയാസിനെ പോലുള്ളവർക്ക് ചൊറിച്ചിൽ വരുന്നത് സ്വാഭാവികമാണ്. മന്ത്രി റിയാസിനെ പോലുള്ളവർ ചാരന്മാരായി തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവരിൽ നിന്നെല്ലാം പ്രതിഫലം പറ്റി തന്നെയാണ് ഇസ്ലാമികവൽക്കരണത്തെ അനുകൂലിക്കുന്നതും. 2024 ഇലക്ഷനും നിങ്ങൾ പഴയതുപോലെ തന്നെ ചെയ്യണം. എങ്കിലേ കേരളം എന്ന ഒരു സംസ്ഥാനമില്ലാതായി അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ പോലെയുള്ള ഒരു രാജ്യമായി തീരുകയുള്ളൂ. നിങ്ങളുടെ പരമ്പരയും സംസ്കാരവും പാരമ്പര്യവുമെല്ലാം ഇല്ലാതാകാൻ ഇതുമാത്രം മതി. നിങ്ങൾ ഇനിയും ഇതിനെ നോക്കി നിന്നുകൊണ്ട് അനുകൂലിച്ചാൽ നിങ്ങളുടെ വരും തലമുറയായിരിക്കും ഇതിന്റെ ഭവിഷ്യത്തുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. അതിന് പേരുണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടമാണ്. അതാർക്കറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ഈ നാട്ടിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ? സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടം വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്നാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അത് വർഗീയതയാണെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും സാംസ്കാരിക പട്ടികളും ഒരുപോലെ തന്നെ കുരയ്ക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ തന്നെയാണ് കേരളത്തിൽ ഇസ്ലാമിനു വേണ്ടിയുള്ള വർഗീയത ഇത്രയേറെ വളർത്തിയത്. ഗണപതിവട്ടം എന്ന അമ്പലത്തെ പിടിച്ചടക്കി അവിടെ കൊള്ളയടിച്ച് അവിടെ തങ്ങിയതുകൊണ്ട് ബ്രിട്ടീഷുകാരാണ് ആ സ്ഥലത്തിന് സുൽത്താൻ ബത്തേരി എന്ന് പേരിട്ടത്.
ആ പേര് തന്നെ വീണ്ടും സ്വീകരിക്കുന്നതിന് ഇടയാക്കിയതും ഈ ഇടതുപക്ഷവും വലതുപക്ഷവും തന്നെയാണ്. 1968 ഈ പേര് സ്വീകരിക്കുന്നത്. ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇസ്ലാമിക നാമധേയം നൽകുന്നതിന് ഇടതുപക്ഷവും വലതുപക്ഷവും തന്നെയാണ് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ളത്. ഇടതുപക്ഷം, വലതുപക്ഷം, സാംസ്കാരിക പട്ടികൾ എന്നിവർ തെല്ലുപോലും സ്വന്തം പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യം. ഇവർക്ക് തന്തമാർ പലതുള്ളതുകൊണ്ടാകാം ഈ തന്തയില്ലായ്മ കാണിക്കുന്നത്. സകല മേഖലകളിലും ഇസ്ലാമികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. സകല കലകളും ഇവർക്ക് ഹറാമാണ്. ഇവർ പറയുന്നതനുസരിച്ച് ലഹരികളും ഇവർക്ക് ഹറാമാണ്. എന്നാൽ പ്രതിഫലം കിട്ടിയാൽ ഇത് ഒന്നും തന്നെ ഇവർക്ക് ഹറാമല്ല. മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഏതു മാർഗവും ഇവർ സ്വീകരിക്കുന്നു. ലവ് ജിഹാദ് പോലെ തന്നെയാണ് ഈ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നതും. ഇത് കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. ഇവർക്ക് ഹറാമായ സിനിമയും കലയുമെല്ലാം ഇന്ന് അവരുടെ കുത്തകകളായി മാറുന്നു. ഒരു പെട്ടിക്കട ഒരു ഹിന്ദുവാണ് തുടങ്ങുന്നതെങ്കിൽ ആ പെട്ടിക്കട എങ്ങനെയെങ്കിലും പൂട്ടിക്കാനോ അല്ലെങ്കിൽ സ്വന്തമാക്കാനോ ആണ് ഇവർ ശ്രമിക്കുന്നത്. ജിഹാദ് എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് എന്ന് ഈ രാഷ്ട്രീയ പ്രവർത്തകർ നല്ലവണ്ണം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ എല്ലായിടത്തും ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതും. ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ടിപ്പുവിൻ്റെ പടയോട്ടം നടന്ന കാലത്ത് അനുഭവിച്ച യാതനകൾ കൊണ്ടാകാം പിന്നീടുള്ള പല വീടുകളിലും വളർത്തുനായ്ക്കൾക്ക് ടിപ്പു എന്ന് പേരിട്ട് വിളിച്ചിരുന്നത്. അധികം വൈകാതെ തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നേതാക്കളുടെ പേരുകളും നായ്ക്കൾക്ക് ഇടേണ്ടി വരും. ഇവരെല്ലാവരും ഒരു കൊള്ളക്കാരനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഇവരും ഒരു കൊള്ളക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വയനാട്ടിലെ UDFൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി, ഇദ്ദേഹവും ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹിന്ദുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി സനാതനധർമ്മത്തിൻ്റെ ശക്തിയെയാണ് നശിപ്പിക്കേണ്ടതെന്ന് ഇയാൾ പറയുന്നു. ഇങ്ങനെയെല്ലാം പ്രസംഗിച്ച ശേഷവും ഇയാൾ കേരളത്തിൽ വന്ന് വോട്ട് വാങ്ങിപ്പോകുന്നു. അതിനർത്ഥം കേരളത്തിലെ ജനങ്ങൾ വളരെയധികം മണ്ടന്മാരാണെന്നാണ്. അതിലും വലിയ മണ്ടനാണ് ഇയാൾ. ജനങ്ങളെ കഴുതകൾ പോലും നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാകാം. LDFൻ്റെ സ്ഥാനാർത്ഥിയായ ആനി രാജ ഇതിലും വലിയ ഒരു വർഗീയവാദിയാണ്. കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനാണ് പിണറായി വിജയനും ബിനോയ് വിശ്വവുമെല്ലാം കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചീഞ്ഞു നാറുന്നതും ആർക്കും വേണ്ടാത്തതും കണ്ടാമൃഗം പോലും നാണിക്കുന്നത്ര തൊലിക്കട്ടിയുള്ളതുമായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് LDF നിർത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കണം എന്നതു മാത്രമാണ് LDFൻ്റെയും UDFൻ്റെയും ഒരുപോലെയുള്ള ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇവർ സൗഹാർദ്ദപരമായി മത്സരിക്കുന്നത്. വെല്ലുവിളിക്ക് മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ശൂന്യതയെപ്പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ തർക്കങ്ങളെല്ലാം ഇരിക്കെ തന്നെ ഞാൻ പറയുന്നു, കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല. ആ ശൂന്യത നികത്താനിടയുള്ളത് സംഘപരിവാറും അതിന്റെ ഫാസിസ്റ്റ് ആശയങ്ങളുമായിരിക്കും. അത് ഒഴിവാക്കണമെങ്കിൽ നെഹ്റുവിനെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.